ഗുഡ് ഈവനിങ് ഗായ്സ്. അങ്ങനെ ഫൈനലി നമുക്ക് ഈഫിൽ ടവർ കാണാൻ ഒരു അവസരം കിട്ടിയിട്ടോ. ഇന്ന് ഫെബ്രുവരി 28, 2026 നമുക്ക് പാരീസിലേക്കായിരുന്നു ട്രിപ്പ്. അപ്പോൾ നമ്മളെ ട്രിപ്പിന് ഏകദേശം 20 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളായിരുന്നു നമുക്ക് ഈഫിൽ ടവറിലേക്ക്. അപ്പോൾ നമ്മൾ വന്ന സ്ഥലത്ത് നിന്ന് ട്രെയിൻ കയറി നമുക്ക് 4.5 യൂറോ, അതായത് ഇന്ത്യൻ റുപ്പി 450 രൂപയ്ക്ക് നമുക്ക് ഈഫിൽ ടവർ നമുക്ക് ഒരു ട്രെയിനല്ല, നമുക്ക് 4 ട്രെയിൻ മാറി കയറേണ്ടി വന്നു. 4 ട്രെയിൻ മാറി കയറിയാലും നമുക്ക് ഏകദേശം നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് 40 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈഫിൽ ടവറിൻ്റെ ലൊക്കേഷനിൽ എത്താൻ പറ്റിയിട്ടോ. ഇതാണ് ഈഫിൽ ടവർ. നമ്മൾ ഈഫിൽ ടവറിൻ്റെ അടുത്തേ പോയിട്ടില്ല. നമ്മൾ വന്നപ്പം തന്നെ നമുക്കൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, നമ്മൾ ആ വ്യൂ പോയിന്റിലൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈഫിൽ ടവറിൻ്റെ അടുത്തേക്ക് പോവാണിനി. ഫോണിലെ ചാർജ് തീരാനായിട്ടുണ്ട്, അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് മാപ്പും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫോൺ മസ്റ്റാണ് കേട്ടോ. നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ടിക്കറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ വാലറ്റ് വഴി, ആപ്പിൾ വാലറ്റോ അല്ലെങ്കിൽ നമ്മളെ ഫോൺ വാലറ്റോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് ഇനി ഈഫിൽ ടവർ വരെ പോവാം, എന്നിട്ട് നമുക്ക് തിരിച്ചു പോകണം. പക്ഷേ നമ്മളിവിടെ ഈ വ്യൂ കണ്ടപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നായിരുന്നു കേട്ടോ. ഇവിടെ ഒരു പ്രതിമയും ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടു. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നതായിരുന്നു. ഇനി നമുക്ക് നേരെ ഈഫിൽ ടവറിൻ്റെ തൊട്ടടുത്തേക്ക് പോകട്ടോ. ഇവിടെ ഒരു ബിൽഡിങ്ങും പാലവും കാണുന്നുണ്ട്. 1903 ഉണ്ടാക്കിയാണെന്നുണ്ടോ പറയുന്നത്. ഇതിൻ്റെ മുകളിൽ കൂടെയാണ് മെട്രോ പാസ് ചെയ്ത് പോകുന്നത്. ആണ് നമ്മൾ ടവറും അതിനോട് ചേർന്നുള്ള വ്യൂ കിട്ടും. ഓക്കെ, അപ്പം നമ്മളിനി ടവറിൻ്റെ അടുത്തേക്ക് പോവാണ്. ഒരു അടിപൊളി റിവറും ഇതിൻ്റെ അകത്തൂടെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ രാജ്യക്കാരും ഉണ്ട്. നമ്മളിപ്പം തന്നെ 4-5 മലയാളീസിനെ പരിചയപ്പെട്ടു. നമ്മൾ വന്ന പാടിന് മലയാളീസ് കുറച്ച് പേരെ പരിചയപ്പെട്ടു. കാസർഗോഡുള്ള ഒരാളും, അങ്ങനെ ടൂറിസ്റ്റുകളായിട്ട് കുറേ മലയാളീസ് ഉണ്ട്. മെട്രോ പോകുന്ന ശബ്ദം കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടെ കേട്ടോ, ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് മെട്രോ പോകുന്നത്. മലയാളീസ് ഒരു ടൂറിസ്റ്റ് സിറ്റി തന്നെയാണ്. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച ചില്ലായി നടക്കാനും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നമ്മളൊരു ഹൗസ് ബോട്ടിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ള ബോട്ടും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഈ സൈഡ് ഫുൾ ഹൗസ് ബോട്ടാണ് കേട്ടോ, ഫുള്ളായിട്ട്. അപ്പം നമ്മൾ ഇവിടുന്നാണ് അങ്ങോട്ട് പോയേക്കുന്നത്. ഇപ്പം വെതറൊക്കെ നോർമൽ വെതറാണ് കേട്ടോ, കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. ഒരു നോർമൽ വെതറാണ് നമുക്കിപ്പം. എന്നാലും എല്ലാവരും ജാക്കറ്റും കാര്യങ്ങളും എല്ലാവരും ഇടുന്നുണ്ട് കേട്ടോ. വേറെ കേസ്. ഇതാണ് നമ്മുടെ ടവറിൻ്റെ തൊട്ടടുത്തുള്ള ജംഗ്ഷനാണ്. നമ്മൾ ഇവിടുന്നാണ് പോയത് കേട്ടോ. ഇതൊരു ഈവനിങ് വാക്കിന് പറ്റിയൊരു സ്പേസ് ആണ്. ഇവിടെ എന്തോ ഒരു പ്രതിമ ഉണ്ട് കേട്ടോ. എന്താ ഹോണർ എന്തോ ഒരു ബ്രോസെറ്റ് പ്രതിമ. അതേപോലെ ഇതൊരു ഫ്ലവർ ഗാർഡൻ ഉണ്ട് ഇവിടെ. പിന്നെ ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റ് പോലെ നമുക്ക് വാക്കിങ് പറ്റി. ഇതൊരു പപ്പി എൻ്റെ മുന്നിൽ കൂടെ നടക്കുന്നുണ്ട്, പപ്പി. ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റും അതേപോലെ ഫേമസ് ആയ നമ്മളെ ഫോട്ടോസ് അധികം ആൾക്കാർ നമ്മൾ ഈഫിൽ ടവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നാണ് ഫോട്ടോ എടുക്കുക. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഈഫിൽ ടവറിൻ്റെ ഫുൾ സ്ട്രക്ചർ കിട്ടും കേട്ടോ, ഫുൾ സൈസ് കിട്ടും. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് എല്ലാവരും എടുക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത്
കണ്ടോ നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ സൈസായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റും അതേപോലെ നമുക്ക് എന്താണ് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളും ഈ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആസ്വദിച്ചൊരു ടൈം പോക്കാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ്. നമ്മൾ ജസ്റ്റ് ടവറിൻ്റെ അടുത്തേക്ക് പോകട്ടോ. നമ്മൾ കുറേ നേരമായി ഇവിടെ വെളിച്ചം വന്നും പോയും കളിക്കുന്നുണ്ട്. ഇതേ ടവർ ഇവിടെയാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ നടന്നിട്ട് പോവാം. ടവറിൽ കയറണമെങ്കിൽ നമുക്ക് പേയ്മെൻ്റ് ഉണ്ട്. ഐ തിങ്ക് 30 യൂറോയോ അങ്ങനെ ഒരു റേഞ്ച് എന്തോ ആണ് കേട്ടോ. പാൻറ് ലൂസായി നമ്മളിങ്ങനെ ഈ ഒരു വാക്കിംഗ് വ്യൂ കൂടെ പോവാണ് കേട്ടോ. ഈഫിൾ ടവർ ഈഫിൾ ടവറിൻ്റെ അടുത്തോട്ട് ഒരു വിമാനം പോകുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല. ഒരു വെള്ള കളർ മൂവ് ചെയ്യുന്നുണ്ട്, അത് വിമാനമാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഈഫിൾ ടവർ കണ്ടു കേട്ടോ. നമുക്ക് ഈഫിൾ ടവറിൽ കയറാനുള്ളൊരു പരിപാടി നോക്കാം ഗൈസ്. ഹായ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ എൻ്റെ ആണ് ഗൈസ്, നമുക്ക് സ്റ്റോറേജ് കുറവുണ്ട്.